അയ്യോ യേശുവേ എനിക്ക് പേടിയോ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പട്ടി. ഹലോ എവ്രി വൺ, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കല്ലാറ് പോവുകയാണേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പിക്നിക്കാണ്. വെക്കേഷൻ സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരെയും കൂടി കൂട്ടി പള്ളിയിൽ നിന്നൊരു ട്രിപ്പ് പോവുകയാണേ. ഞങ്ങളും വരുവാ ടൂറ് വരുവാ വരും കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ വണ്ടി കയറിയിട്ട് പറയാം. ഇത് ഞങ്ങളുടെ ഇവിടെ പള്ളിയിലെ കൊച്ചമ്മയാട്ടോ. ആക്ച്വലി ഇവൾക്ക് കൊച്ചമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ തിരിച്ചു. അവർക്ക് 2 ആൺപിള്ളേരായതുകൊണ്ട് ഇവളെ കാണുമ്പോൾ ഒരു പ്രത്യേക വാത്സല്യമാണ്. അവൾക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പൊന്നിൻ്റെ ഫസ്റ്റ് പിക്നിക്കിന് പോകും അല്ലേ? ഫസ്റ്റ് പിക്നിക്കാണ്. എവിടെ പോണേ? പള്ളിയിലോ? കുഞ്ഞ് വിശ്വാസത്തിൻ്റെ പാതയിലാണ്. എപ്പോഴും പള്ളിയിൽ പോണ വിചാരം മാത്രമേ ഉള്ളൂ. ഇവിടെ OVBS നടത്തുന്ന 2 പള്ളി ചേർന്നിട്ടായതുകൊണ്ട് ടൂറിനും 2 പള്ളിയിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം ഞങ്ങൾ കവടിയാർ പള്ളിയിൽ വന്നേക്കുവാണ് കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, ബലഹീനരാകുന്ന അടിയങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. സ്വർഗീയ വാഴ്വുകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ യാത്ര അനുഗ്രഹമാകണമേ. തിരുസാന്നിധ്യം അടിയങ്ങളുണ്ടാകും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പരിശുദ്ധനായ മോർത്തോമാശ്ലേഖയുടെ മോറപ്രേമിൻ്റെ പത്രോസ് പൗലോസ് ശ്ലേഖന്മാരുടെയും ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെയും എൻ്റെ സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ആക്ച്വലി രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് പേർക്ക് എഴുന്നേക്കാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. എന്നാലും ഈ സ്റ്റാർട്ടിങ്ങോടുകൂടി എന്തായാലും പതിയെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റിട്ടുണ്ടേ. അങ്ങനെ എല്ലാവരെയും ഒന്ന് ഓണാക്കാൻ വേണ്ടി ലാസ്റ്റ് അച്ഛൻ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ടേ. അച്ഛൻ വൈബാണെങ്കിൽ കൊച്ചമ്മ അതിലും വൈബാണ്. നമ്മളെ ഫ്രീക്ക് ടീമാണ്, നമ്മള് വേറെ വൈബ് ടീമാണ്, നമ്മള് പൊളി ടീമാണ്. കല്ലാറൊരു റിസോർട്ടിലാണ് പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്നെങ്കിലും അതിന് മുന്നേ ഞങ്ങൾ വിതുരയുള്ളൊരു ഓർത്തഡോക്സ് ചർച്ച് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങളിവിടെ ആ പള്ളിയിലെത്തി. ചെരുപ്പ് ഊരിട്ടിട്ട് കയറ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവിടുത്തെ പള്ളിയിൽ OVBS നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സമയം അങ്ങനെ അവിടെ ചെലവഴിച്ചു. സന്തോഷം അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആർദ്രവുമായി ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഈ സൺഡേ സ്കൂളിന്റെ മാറപ്രേം പള്ളിയുടെ സൺഡേ സ്കൂൾ ചുമതലയുള്ള അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെറിയൊരു റിഫ്രഷ്മെന്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ച് നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങളുടെ റിസോർട്ടിലെത്തി.
അവിടെ വെള്ളമില്ലല്ലോ അച്ഛമ്മ. എനിക്ക് ഹെയർ പിൻ പ്രശ്നമാകുമെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടുള്ള സമയത്താണ് നമ്മളവിടെ ചെന്നതെങ്കിലും ആ റിസോർട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു തണുത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒത്തിരി മരങ്ങളും നല്ല പ്രകൃതി ഭംഗിയും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ ചെക്കിനൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എടാ നീ അച്ഛൻ്റെ അടുത്ത് പോയോ? അങ്ങനെ പതിയെ പൊന്നനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷാക്കി. സ്നാക്സൊക്കെ കഴിച്ച് ജ്യൂസും കുടിച്ചപ്പോൾ ആൾ ഓണായി. ഇനി പതിയെ പാർക്കിലോട്ടൊന്ന് കളിക്കാൻ ഇറങ്ങുവാണേ. കേറിക്കോ പിടിച്ച് കേറ. ആ താഴത്തെ പിടിക്കൂ കുഞ്ഞെ. ഇരിക്കാതെ അവിടെ. അയ്യോ അപ്പച്ചനല്ല, അത് അച്ഛനാ. ഞാൻ അച്ഛനാണ്. ഞാൻ പള്ളിയിൽ അച്ഛൻ. അതെല്ലാം കഴിഞ്ഞ് അവരുടെ തന്നെ അവിടെ ഒരു ഫാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ നീ അവിടെ പോയി നിൽക്കുവാണ്. ഞങ്ങൾ കണ്ടില്ല, ഒന്നുകൂടെ നോടിക്കേ. അയ്യോ യേശുവേ, എനിക്ക് പേടിയാണ്. ഇതിനിടയിൽ കൂടെ ഒരു പട്ടി. കുതിരയും കഴുത എന്താ അടുത്തടുത്തെന്ന് കൊച്ചമ്മ ശരി വെച്ച്. അയ്യോ അതിന്റെ വാ നോക്കിക്കേ. പക്ഷെ എന്തൊക്കെ തന്നെ കണ്ടാലും എല്ലാവരും തിരിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ വരുമായിരുന്നു. ഇത് ആക്ച്വലി വയലൻ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. റാണി എന്നാണ് ഈ ഹോഴ്സിന്റെ പേര്. റാണിന്ന് വിളിച്ചേ. ഇതാ മോനെ റാബിറ്റ്, മുയല്. എന്ത് ഉപ്പത്തില്ലെന്ന് പേടിയാണോ? അല്ല, നമുക്ക് ഫാം എല്ലാം കണ്ട് തിരിച്ചു വന്ന് ഞങ്ങളൊരു ഗെയിം സെക്ഷനിലോട്ടാണ് കടന്നത്. അതെല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ചേട്ടൻ ഞങ്ങൾക്ക് നല്ല ഉപ്പുമാങ്ങ തന്നു.
അയ്യോ എവിടെ നോക്കിയോ കൈ വന്ന് പോയി. കടിക്കത് നക്കുമല്ല കടിക്ക്. അച്ഛനും പിള്ളേരും കൂടി ചേർന്ന് എയർപന്ത് കളിയായിരുന്നു. അച്ഛനെ കൊള്ളാലോ കളി. അടുത്തത് പോരട്ടെ. മുകളിലോട്ട് കേറാം. അത് ശരിയാ, അത് പൊട്ടിക്കല്ലേ കറ. അങ്ങനെ കുറേ നേരത്തെ കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല ടയേർഡായി. ഇനി ലഞ്ചിൻ്റെ ടൈമാണ്. നല്ല അടിപൊളി വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു. വെജാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒക്കെ റൈസും ചപ്പാത്തിയും പൊറോട്ടയും എല്ലാം ആയിട്ട് അങ്ങനെ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഫാമിൽ നടന്നതും അത്രയും നേരം കളിച്ചതും ആ ക്ഷീണമെല്ലാം ഞങ്ങൾ ഫുഡിൽ തീർത്തു. ഐസ്ക്രീം വേണ്ടേ? എന്നാ അമ്മ ഓടിക്കട്ടെ. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നൊരു പരിപാടിക്കാണ് പോണത്. ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം കുഞ്ഞുങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. ഇറങ്ങിപ്പോകുന്ന ആ വഴി തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. പൊന്നനെ ഞങ്ങൾ ആകെ വെള്ളത്തിൽ കളിക്കാനായിട്ട് ബീച്ചിലാണ് കൊണ്ടുപോയത്. അന്ന് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. മേ ബി ആ തിരമാല അടിക്കുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇന്നൊന്ന് പൊന്നനെ ഇറക്കി നോക്കണം, എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. ഇത്രയും ഭയങ്കര ചൂടായതുകൊണ്ട് വെള്ളം എല്ലാം വറ്റിപ്പോയേക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത്. എത്രമാത്രം വെള്ളം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ഏതായാലും ചെന്ന് നോക്കാം. ആ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടല്ലേ. ഞാൻ എടുക്കണോ മോനെ? ബ്ലോഗിങ്ങിന് അടിയിലത്തെ ഉരിക്കും മോനെ. അല്ലോ ഇങ്ങ ആ വെള്ളത്തിൽ വിടാം, വെള്ളത്തിൽ വിടാം. അയ്യോ പിന്നെ ആദ്യമായിട്ടാ വെള്ളത്തിൽ ഇറങ്ങണേ. സൂപ്പറാ, സൂപ്പറാ. ഒരു മിനിറ്റ് അങ്ങോട്ട് നോക്കിക്കോ കൊച്ചമ്മ. ഇതേതായി സായിപ്പിന്റെ കുഞ്ഞ്? ഇതേതായി സായിപ്പിന്റെ കുഞ്ഞെന്ന്? യോ 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 യോ. മക്കളെ സൂക്ഷിച്ച് മോഹൻ ചെന്ന് അടിക്കരുത്. അയ്യോ മക്കള് കളിച്ചോ? അല്ലു ഇവിടെ? അല്ലു എന്ത് എവിടാ? പുറയില്. എവിടെ? അത് ഇറങ്ങിയിരി. അവന് പേടിയാ കേട്ടോ എല്ലാത്തിനും. അവൻ എല്ലാത്തിനും. ഇതിന് പിന്നെ ഒരു പേടിയും ഇല്ല. ഓട്ടോ ഇതാടി.
അങ്ങോട്ട് നീങ്ങാൻ നിൽക്കാൻ പറയാൻ പറഞ്ഞു. നിങ്ങൾ ഇറങ്ങുന്നില്ലയോ? എന്തോ എവിടെ എടാ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ ഇവിടെ വരെ എത്തി. നീന്തടാ അങ്ങോട്ട്. അച്ഛൻ കാര്യം എല്ലാം കിട്ടും. ഇങ്ങനെ കാണിക്കും ഇങ്ങനെ. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ നല്ല ടയേർഡായി. ഇച്ചിരി പാലൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുവാണ്. ഇവിടെ റെസ്റ്റ് എടുക്കുന്ന വേറൊരാളൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവർ ഞങ്ങൾക്ക് ചായയും ചെറിയൊരു സ്നാക്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാളോട് ഞാൻ ചായ കുടിക്കുന്നതൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒടുക്കത്തെ അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ നടി അങ്ങോട്ട് പെട്ടെന്ന് കൂട്ടി അങ്ങോട്ട്. ഇവിടെ ദിദിമോൻ ചവയ്ക്കുമല്ലേ? ചവയ്ക്ക. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലോട്ട് കയറി. ബസ്സിൽ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി ഭയങ്കര ലൈറ്റും പാട്ടും ഒക്കെ ഇട്ടു. പക്ഷെ എല്ലാവരും ആക്ച്വലി നല്ല ടയേർഡായിരുന്നു. അമ്മാതിരിയായിരുന്നു വെള്ളത്തിൽ കിടന്നുള്ള കളി. ഇരുന്നുകൊണ്ടുള്ള പതിയുള്ള ഡാൻസുകളൊക്കെ അല്ലാതെ ആർക്കും എഴുന്നേറ്റ് കളിക്കാനൊന്നും തീരെ ആരോഗ്യമില്ലായിരുന്നു. ഇവിടെ ആരും ഇല്ലേ? അതാണ് ഒരു മനുഷ്യനെ. അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നന്ദൻകോട് തന്നെ എത്തി. എല്ലാവരും ബായൊക്കെ പറഞ്ഞു പോവാണ്. ഞാനും പൊന്നനും അപ്പച്ചൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പൊന്നൻ്റെ അപ്പച്ചൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.